നേരം ഇത്രയുമായിട്ടും കെട്ടിടമ്മയ്ക്ക് എഴുന്നേൽക്കാൻ നേരായില്ല. ഈ വയസ്സാം കാലത്ത് അടുക്കളയിൽ കിടന്ന് നരകിക്കും. സത്യത്തിൽ ആ ശാലിനി ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിയണ്ടായിരുന്നു, എല്ലാം അവള് തന്നെ ചെയ്യുമായിരുന്നു. ശാന്തി ഓരോന്നും പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, എന്തിനാമേ രാവിലെ പാത്രമൊക്കെ ഇങ്ങനെ എടുത്തടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നേ? മനുഷ്യനെ കിടന്ന് ഉറങ്ങണ്ടേ? അടുക്കളയിലേക്ക് വന്ന സനീഷെ കുറിച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. ആ വന്നല്ലോ എന്റെ ഇളയ പുത്രൻ. നിന്റെ കെട്ടിയോട് എന്തിയടാ? അവൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? നേരം വെളുത്ത് ഒന്നും തമ്പുരാട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ തന്തയും തള്ളയും പറഞ്ഞാ മതി. വളർത്തു ദോഷം അല്ലാതെ എന്താ? ശാന്ത സനീഷിനെ നോക്കിക്കൊണ്ട് മുരണ്ടു. അപ്പോ അമ്മയുടെ വളർത്തു ദോഷം കൊണ്ടാണല്ലേ അമ്മയുടെ മോളിപ്പോഴും മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്നത്? അതും പറഞ്ഞുകൊണ്ട് സനീഷിന്റെ ഭാര്യ ഗീതു അങ്ങോട്ട് വന്നത്. നീതുവിനെ കണ്ടപ്പോൾ ശാന്തയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഞാൻ വന്ന് നാളെ മുതലേ പറയുന്നു, എന്റെ അച്ഛനെയും അമ്മയും ഒന്നും പറയരുതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ആ സനീഷേട്ടാ, നിങ്ങളുടെ ഷർട്ട് അയൺ ചെയ്യുമ്പോൾ എന്റെ സാരി വിടുന്ന് അയൺ ചെയ്തരേ. അതും പറഞ്ഞ ഗീതു അടുക്കള വശം വഴി പുറത്തേക്കിറങ്ങി. അമ്മയ്ക്കൊരു മരുമകളല്ലല്ലോ ഉള്ളത്, രണ്ടുപേരുണ്ട്. പോരാത്തതിന് ഒരു മോളും. പിന്നെ എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും അവൾ ജോലിക്ക് പോകുന്നില്ലേ? തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അമ്മയെ നോക്കി പറഞ്ഞിട്ട് സനീഷ് വീണ്ടും ഹാളിലേക്ക് നടന്നു. പോകുന്ന പോക്കിൽ അവനൊരു ചായയും കൂടെ വിളിച്ചു പറഞ്ഞു. ശാന്ത എന്തൊക്കെയോ പുറത്തുകൊണ്ട് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിരുന്ന ചായ ഒരു കപ്പിലേക്ക് പകർന്നുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഹാളിലെത്തിയപ്പോൾ അടഞ്ഞുകിടക്കുന്ന 2 മുറിയിലേക്കും ഒന്ന് നോക്കി ശാന്ത. ഇപ്പോ ശാന്തിന്ദ്രിയത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സനീഷിന്റെയും സതീഷിന്റെയും വിവാഹം കഴിഞ്ഞു. ഒരുപാട് പെൺപിള്ളരെ ചതിച്ചിട്ട് പോകാൻ നോക്കുന്നത് പോലെ നോക്കിയതാണ് സനീഷ് ഗീതുവിനെ. പക്ഷേ അവള് ഉടുമ്പ് പിടിക്കുന്ന പോലെ അവനെ പിടിച്ചു. കല്യാണവും കഴിഞ്ഞു. തന്നെ ചതിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോയ സനീഷിനെ തന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. അതിനെ തുടർന്ന് സനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ വെച്ച് കേസിൽ നിന്ന് ഊരിപ്പോകാൻ നീതുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഇന്ന ചായ. എന്താ ചിന്തിലിരുന്ന് സനീഷ് പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. അമ്മയ്ക്ക് പതിയെ കൊണ്ടുവന്നാൽ എന്താ? മനുഷ്യനെ പേടിപ്പിച്ചാണോ ചായ തരുന്നത്? സനീഷ് ദേഷ്യത്തോടെ ചോദിച്ചു. ആ, എന്റെ അടുത്തേ നിന്റെ ചാട്ടം നടക്കൂ. ഈ ചാട്ടം കൊണ്ട് അവളെ അടുത്തേക്ക് ചെന്നാൽ നീ വിവരം അറിയും. സനീഷിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് തിരികെ അടുക്കളയിലേക്ക് പോയി. സനീഷ ചിന്തയിലായാലും എങ്ങനെ നീതുവിനെ തന്റെ തലയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അവന്റെ ചിന്തിച്ച് തീർന്നില്ല. അപ്പോഴേക്കും മുറ്റുമടിച്ചു വരാം നീതുവിനെ അവന്റെ കണ്ണിൽ പെട്ടു. അവളും അവനെ തന്നെ നോക്കിക്കൊണ്ട് ചൂടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഓർത്ത് പറയും അവൾക്കൊരു തെളിച്ചമില്ലാത്ത ചിരി കൊടുത്തിട്ട് ചായ ഗ്ലാസുമായി അകത്തേക്ക് കയറി. അവന്റെ പോക്ക് കണ്ട് ഒരു ഊറിച്ചിരിയുടെ ഗിരു പിന്നെയും മുറ്റം അടിച്ചു വരാൻ തുടങ്ങി. ഗിരു അവിടെ ചെയ്യുന്ന ഏക ജോലി മുറ്റം അടിച്ചു വരുന്നത് മാത്രമാണ്. ബാക്കിയൊന്നിലും അവൾ ഇടപെടാറില്ല. തിടുക്കത്തിൽ റൂമിലേക്ക് നടക്കുമ്പോഴാണ് സതീഷിന്റെ റൂമിന്റെ വാതിൽ തുറക്കുന്നത്. സനീഷിന്റെ കണ്ണുകൾ അവിടേക്ക് പോയി. ഏട്ടനെ കണ്ടപ്പോൾ തെളിച്ചമില്ലാത്ത ഒരു ചിരി അവന് നൽകിയിട്ട് റൂമിലേക്ക് പോകാൻ നിന്ന സനീഷിനെ സതീഷ് വിളിച്ചു. സതീഷ് വിളിക്കുന്ന കേട്ട് റൂമിലേക്ക് കയറാൻ പോയ സനീഷ് നിവർത്തിയില്ലാതെ അവിടെ നിന്ന്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നിനക്ക് എവിടെയെങ്കിലും ജോലി ശരിയായോ? തികച്ചും ഗൗരവപൂർവ്വമുള്ള ചോദ്യം. അത് ഏട്ടാ, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. നിനക്ക് ജോലി കിട്ടിയോ ഇല്ലേ എന്നറിഞ്ഞാൽ മതി. ഇല്ല. അത് പറഞ്ഞപ്പോൾ സനീഷിന്റെ ശബ്ദം തീരെ നേർന്നു പോയിരുന്നു. ഇന്ന് തന്നെ മെഡിക്കൽ സ്റ്റോറിന്റെ ചാവി എനിക്ക് കിട്ടണം. എനിക്ക് നിന്റെ ന്യായങ്ങളൊന്നും കേൾക്കണ്ട. ഇന്ന് ഞാനാണ് മെഡിക്കൽ സ്റ്റോർ തുറക്കുന്നത്. അത്രയും പറഞ്ഞിട്ട് സതീഷ് ഹാളിലേക്ക് നടന്നു. സതീഷ് പോകുന്ന നോക്കി നിന്നു. അപ്പോഴേക്കും സതീഷിന്റെ റൂമിൽ നിന്നും അവന്റെ ഭാര്യ അശ്വതി പുറത്തേക്ക് വന്നത്. അവൾ റൂമിന് പുറത്ത് നിൽക്കുന്ന സനീഷിനെ കണ്ടിട്ട് ഒരു ചെറുചിരി സമ്മാനിച്ചിട്ട് നടന്നു നീങ്ങി. സനീഷ് വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ റൂമിനകത്തേക്ക് കയറിപ്പോയി നേരെ ബെഡിലേക്ക് പോയിരുന്നു. ഏട്ടൻ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് കരുതിയത്. പക്ഷേ ഇപ്പോ തമാശയ്ക്ക് പറഞ്ഞതല്ലെന്നും ബോധ്യമായി. ഇനിയിപ്പോ എന്താ ചെയ്യുക? മെഡിക്കൽ സ്റ്റോർ ഏട്ടന് കൊടുത്താൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? സനീഷ് തല പുകഞ്ഞ് ആലോചിച്ചു. ഒരു എത്തും പിടിയും കിട്ടാതെ വന്നതും ബെഡിലേക്ക് ചാഞ്ഞവൻ. ആ അത് ശരി, എന്റെ സാരി അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് കിടന്നുറങ്ങുവാ. എനിക്ക് പോകാൻ സമയമായത് കണ്ടില്ലേ? ഗീതു മുറിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവൾ ചോദിച്ചതൊക്കെ കേട്ടെങ്കിലും സനീഷ് കേട്ടതായി ഭാവിച്ചില്ല. അവൻ അതേ കിടപ്പ് കിടന്നു. ഗീതു ഒന്നുകൂടെ അവനെ നോക്കിയിട്ട് ബാത്റൂമിലേക്ക് കയറി. ഗീതു കുളിച്ചിട്ട് വന്നിട്ട് സനീഷ് ആ കിടപ്പ് തന്നെ കിടക്കുകയാണ്. നിങ്ങൾക്ക് വൈകിൽ എന്നോട് നേരത്തെ പറയണമായിരുന്നു. അയൺ ചെയ്യാൻ പറ്റില്ലെന്ന്. അല്ലാതെ ഇങ്ങനെ ഇവിടെ കയറി കിടക്കുകയല്ല വേണ്ടത്. നാശം പിടിക്കാൻ. ഇനി ഞാൻ എപ്പോഴാ ഇതൊക്കെ അയൺ ചെയ്തിട്ട് പോകുന്നേ? ഗീതു കണ്ണാടിയിൽ കൂടെ സനീഷ് കിടക്കുന്ന നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പിറുപിറുത്തു. എന്നിട്ടും ഒരു അനക്കവുമില്ലാതെ കിടക്കുന്നവനെ നോക്കി പല്ല് കടിച്ചിട്ട് ബാത്റൂമിലേക്ക് കയറി. ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ബെഡിൽ കിടക്കുന്നവന്റെ മുഖത്തേക്ക് ഒഴിച്ചു. പ്രതീക്ഷിക്കാതെ ദേഹത്തേക്ക് വെള്ളം വീണപ്പോൾ സനീഷ് ഞെട്ടിയോടാണ്. കപ്പും വെള്ളവും കൈ പിടിച്ചു നിൽക്കുന്ന ഗീതുവിനെ കണ്ടപ്പോൾ അവൻ പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് അവളടുത്തേക്ക് പാഞ്ഞു വന്നു. എടീ,
വലിയ ശബ്ദത്തോടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗീതുവിന്റെ കഴുത്തിനെല്ലാം കൂടെ കുത്തിപ്പിടിച്ചവൻ, എടി മോളെ, നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നീ എന്ന് എൻ്റെ ജീവിതത്തിൽ വന്ന് കയറി ഒന്നു മുതൽ ഞാൻ അനുഭവിക്കുക. നീ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്നെന്ന് കരുതി നീ കൂടുതൽ നിഗളിക്കണ്ട. നിന്നെ ആരും അറിയാതെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയാം. ഒന്നുകൂടെ അവളുടെ കഴുത്തിൽ കൈ മുറുക്കിക്കൊണ്ട് അവൻ മുരണ്ടു. ഗീതുവിന് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നു. അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് കാണതും സ്വയം ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിവിട്ടു. അവൻ പിടിവിട്ടതും ഗീതു കഴുത്തിൽ കൈ കൊണ്ട് തടവിക്കൊണ്ട് താഴേക്ക് ഊർന്നിരുന്നു. സനീഷ് അവളെ നോക്കാതെ നേരെ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. എന്നിട്ട് വേഷം മാറുമ്പോഴും ഗീതു അതേ ഇരിപ്പിരിക്കുകയാണ്. വേഷമൊക്കെ മാറിക്കഴിഞ്ഞ് മെഡിക്കൽ സ്റ്റോറിന്റെ താക്കോലും എടുത്തുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് നടന്നപ്പോൾ തല ചേരിച്ചുകൊണ്ട് ഗീതുവിനെ നോക്കി. അവളെന്തോ ആലോചനയിലാണെന്ന് കണ്ടതും എന്തും വരട്ടെ എന്ന് കരുതിക്കൊണ്ട് സനീഷ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു റൂമിന് പുറത്ത് നിൽക്കുന്ന അമ്മയും അച്ഛനെയും. അവരെ നോക്കാതെ ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ സെറ്റിലിരിക്കുന്നുണ്ട് സതീഷും അശ്വതിയും. നേരെ അവിടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ കിടന്ന കുഞ്ഞൊരു ടേബിളിലേക്ക് മെഡിക്കൽ സ്റ്റോറിന്റെ താക്കോൽ കൊണ്ടിട്ടിട്ട് സതീഷിനെ ഒന്ന് നോക്കുകൂടെ ചെയ്യാതെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. സതീഷ് ഒരു വിജയിച്ചിരിയുടെ ടേബിളിലിരിക്കുന്ന താക്കോലിലേക്ക് നോക്കി. എന്നിട്ട് തന്റെ അടുത്തിരിക്കുന്ന അശ്വതിയെയും അവളും അവനെ നോക്കിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. ശാന്തയും കുമാറും ഒന്നും മനസ്സിലാവാതെ ഹാളിന്റെ ഒരു അറ്റത്തന്നെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടേബിൾ കിടക്കുന്ന താക്കോലും എടുത്ത് അശ്വതിയുടെ നേർക്ക് നീട്ടി. അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ അന്തിച്ചു നോക്കി. നമുക്ക് ഒന്നിച്ചു പോയി തുറക്കാം. അത് കേട്ടപ്പോൾ അവൾ ശരിയെന്ന അർത്ഥത്തിൽ ഒന്ന് മൂളി. എന്നാ പോയി ഡ്രസ്സ് മാറി വാ, ഞാൻ സന്തോഷം എന്ന് കണ്ടിട്ട് വട്ടെ. അതും പറഞ്ഞ് സതീഷ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അശ്വതി സെറ്റിൽ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ഹാളിൽ നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു ചിരി സമ്മാനിച്ചിട്ട് അവൾ റൂമിലേക്ക് നടന്നു. കഴുത്തിൽ ഗീതുവിന് നല്ലതുപോലെ വേദനയുണ്ടായിരുന്നു. എന്നാലും സാരി വാരി എങ്ങനെയൊക്കെ ചുറ്റിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് റൂമിലേക്ക് അശ്വതി കയറി വരുന്നത്. അവളെ അവിടെ കണ്ടപ്പോൾ ആദ്യം ഗീതു ഒന്ന് ഞെട്ടി. കല്യാണം കഴിഞ്ഞു വന്നിട്ട് മാസങ്ങളാകുന്നു. ഇതുവരെ ഒരു ചിരി തന്നിട്ടുള്ളതല്ലാതെ ഒന്നും തന്നോട് ചോദിച്ചിട്ടില്ല. ഈ റൂമിൽ കയറി കൂടിയിട്ടില്ല. ഗീതു അശ്വതിയെ നോക്കി. അവൾ ചിരിയുടെ അകത്തേക്ക് കയറി ബെഡിലേക്ക് ഇരുന്നു. അത് കണ്ട് ഗീതു അവളെ നോക്കി നിന്നും. എന്തിനാ അശ്വതി വന്നെന്നറിയാതെ. ഗീതു, എന്താ എന്നെ കണ്ടപ്പോൾ പേടിച്ചു പോയോ? ഒന്ന് ശ്വാസം വിടടോ. അതും പറഞ്ഞിട്ട് അശ്വതി ഗീതുവിന്റെ അടുത്തേക്ക് ചെന്നു. പതി അവളുടെ കഴുത്തിൽ പിടിച്ചു നോക്കി. ആ ദുഷ്ടന്റെ കൂടെ ജീവിച്ച് ഇനിയും നിന്റെ ജീവിതം കളയണോ ഗീതു? അവനൊന്നും ഒരു കാലത്ത് നന്നാവില്ല. അശ്വതി ഗീതുവിന്റെ താഴ്ത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഗീതു നിറഞ്ഞ മിഴിയോടെ അവളെ നോക്കി. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അവളുടെ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ടുകൊണ്ട് അവൾ പറഞ്ഞു, നിന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. അവൻ ഒരുപാട് തെറ്റുകൾ ഇപ്പോഴും ചെയ്യുന്നുമുണ്ട്. നിനക്ക് സതീശേട്ടന്റെ ഭാര്യ അറിയില്ലല്ലോ. സനീഷും പിന്നെ ഇവിടെയുള്ളവരും കൂടെ ആ പാവത്തിനെ ചെയ്തു കൂട്ടിയതിന് കൈയും കണക്കുമില്ല. ഞാൻ നേരിൽ കണ്ടിട്ടില്ല. പക്ഷേ സതീശേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ മനസ്സ് ശാലിനെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. ഗീതു അശ്വതി പറയുന്ന കേട്ട് ചുമരും ചാരി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. തനിക്ക് അതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അവൻ ഒരിക്കലും നന്നാവില്ല ഗീതു. ഒരുപാട് പെൺകുട്ടികളുടെ ശാപം അവന്റെ തലയിലുണ്ട്. നിന്നെ ഇപ്പോൾ ഉപദ്രവിക്കാത്തത് പോലീസിനെ ഭയന്നാണ്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. അവൻ ആട്ടിൻ തൊള്ള ചെന്നായാണ്. നീ സൂക്ഷിക്കണം. നിനക്കിനിയും നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ട്. നിന്റെ അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് നല്ലൊരു ജീവിതം ഇനിയും കിട്ടും. മോളിലെ ചേച്ചി പറഞ്ഞു തരുന്നതായി കണ്ടാൽ മതി. എനിക്കുണ്ട് ഇതുപോലെ 2 അനിയത്തിമാര്. അശ്വതി അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞതും ഗീതു അവളുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ ചേച്ചി. എൻ്റെ പുറകെ നടക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ജീവിതം തകർക്കാൻ നടക്കുകയാണെന്ന്. എന്നെ മനസ്സിലാക്കുന്ന ആളാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനും ഇഷ്ടപ്പെട്ടു പോയത്. എൻ്റെ കല്യാണം കഴിഞ്ഞു പോയ പിന്നെ എൻ്റെ അമ്മ ഒറ്റയ്ക്കാകും. അതായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം. അപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് സനീഷേട്ടൻ അമ്മയെ നമുക്ക് നമ്മുടെ കൂടെ നിർത്താം, ഒന്നും ഓർത്ത് സങ്കടപ്പെടണമെന്ന് പറഞ്ഞു എന്നെ വിശ്വസിപ്പിച്ചു. അയാളുടെ അഭിനയത്തിൽ ഞാനും എൻ്റെ അമ്മയും വീണു. എൻ്റെ അമ്മ അറിയാതെ ഓരോ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും എന്നെ വേണ്ട. അമ്മ ഇപ്പോൾ അമ്മാവൻ്റെ കൂടെയാണ്. ഗീതി വിങ്ങി പൊട്ടി പറയുമ്പോൾ അശ്വതി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. നിന്റെ ജീവിതം ഇവിടെ തീർന്നു കരുതണ്ട. നിന്നെ അവൻ കൊല്ലാൻ പോലും മടിക്കില്ല. നിനക്കൊരു ജോലിയുണ്ട്, അതുകൊണ്ട് അന്തസ്സായി ജീവിക്കാം. ഇവിടെ നിന്നാൽ നിന്റെ ജീവിതം നശിച്ചു പോകും. മോള് ചിന്തിക്കും പറഞ്ഞിട്ട് ഗീതു അവളുടെ തോളിൽ തട്ടിയിട്ട് അശ്വതി റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗീതു അശ്വതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. എന്തിനാണ് താൻ അവന്റെ പിന്നാലെ വന്നത്? ഇപ്പോഴും അവൻ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് പോലീസിനെ പേടിച്ചാണ്, അല്ലാതെ തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പിന്നെ എന്തിനാണ് താൻ അയാൾക്ക് പുറകെ വന്നത്? അവളുടെ മനസ്സ് അവളോട് ചോദിച്ചു. എനിക്കുണ്ടായതുപോലെ ഇനി ഒരു പെൺകുട്ടിയും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ ചെയ്തത്. ഞാനിങ്ങനെ കാണിച്ചതുകൊണ്ട് അയാൾക്ക് പേടി കാണും ഇനി ഒരു പെണ്ണിനെ തൊടാൻ എന്ന് ഞാൻ കരുതി. പക്ഷേ ആൾ ഒരിക്കലും മാറില്ല. അശ്വതി ചേച്ചി പറഞ്ഞതുപോലെ
ഞാൻ എന്തിനാ എൻ്റെ ജീവിതം തകർക്കുന്നത്? അയാൾ കാണുമ്പോൾ എൻ്റെ അമ്മ എന്നെ തള്ളി പറഞ്ഞു. അമ്മയുടെ മുന്നിലും ഞാൻ തെറ്റുകാരിയായി. ഇനിയും ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നാൽ എൻ്റെ ജീവിതം തോൽവിയായി പോകും. ഗീതു എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ട് സാരി ഒന്നുകൂടെ വൃത്തിയായി ഉടുത്തിട്ട് ബാഗും എടുത്തുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഗീതു റൂമിൽ നിന്ന് പോകുന്നത് അശ്വതി നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നിട്ട് അവളെ റൂമിലേക്ക് കയറി വാതിലടച്ചു. ഗീതു മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ശാന്തയും കുമാറും മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അവൾ അവരെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നതും ശാന്ത അവളെ പുറകിൽ നിന്ന് വിളിച്ചു. എടീ, എൻ്റെ ചക്കര നീ സമാധാനം കൊടുക്കില്ലെന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണോ? ശാന്ത ദേഷ്യത്തോടെ ചോദിച്ചതും ഗീതു ചിരിയോടെ തന്നെ അവിടെ നിന്ന് പതിയെ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളെ ചുണ്ടിലെ ചിരി കണ്ടതും ശാന്തയ്ക്ക് വിറഞ്ഞു കയറി. നീ എന്തിനാടി എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഓരുമ്പിട്ടിറങ്ങിയത്? ദേഷ്യം കണ്ട് വിറച്ചുകൊണ്ട് ശാന്ത ചോദിച്ചതും ഗീതു പതിയെ അവിടെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ മോൻ എന്നെ പോലെയുള്ള പെൺകുട്ടികളുടെ ജീവിതം തകർത്തത് കൊണ്ടാണ് ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ഇനിയും അവൻ അനുഭവിക്കും. ഇപ്പൊ അനുഭവിക്കുന്നത് ഒന്നുമല്ല, ഇനിയും ഇതിൽ കൂടുതൽ അവൻ അനുഭവിക്കാനുണ്ട്. അത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ നിങ്ങൾക്ക് വഴിയെ വരുന്നുണ്ട്. ഒരു പാവം പിടിച്ച പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത കൊണ്ട് കാത്തിരുന്നോ നിങ്ങൾ? പിന്നെ എന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. വയസ്സാന കാലത്ത് ജയിലിൽ കയറ്റിക്കരുത് എന്നെ കൊണ്ട്. അത്രയും പറഞ്ഞിട്ട് ശാന്തരി അടുത്ത് നിൽക്കുന്ന കുമാറിനെ ഒന്ന് തുറച്ചു നോക്കി അവൾ നടന്നു നീങ്ങി. അവൾ പറഞ്ഞത് കേട്ട് ശ്വാസം വിടാൻ മറന്ന് കുമാറും ശാന്തയും മുറ്റത്തന്നെ നിന്നു. താൻ ചെയ്തു കൂട്ടിയതും സ്വന്തം മകൻ ചെയ്തു കൂട്ടിയതിനും സ്വന്തം മകൾ അനുഭവിക്കുമെന്ന് അറിയാതെ പിന്നെയും ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടി. ആ നിമിഷം തന്നെ സനീഷ് ആകെ ദേഷ്യത്തിലാണ് ബൈക്ക് എടുത്തുകൊണ്ട് പോയത്. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അറിയുകയായിരുന്നു. ഏട്ടൻ തന്നോട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ ആകെയുള്ള വരുമാനവും ഇപ്പം ഇല്ലാതെയായി. ആദ്യം അവളായിരുന്നു ആ ഗീതു. അവളുടെ മുന്നിലായിരുന്നു താൻ ആദ്യം തോറ്റത്. അതിനുശേഷം ഓരോ തൊലിയും ഏറ്റി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് താൻ. എനിക്കിനിയും തോൽക്കാൻ മനസ്സിലാ. എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവന് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നാശം പിടിച്ചവൾ വന്നതിന് ശേഷമാണ് ഏട്ടന് ഇത്രയും മാറ്റം സംഭവിച്ചത്. നാടും വീടുമൊന്നും അറിയില്ല. അവളാണ് ഏട്ടനെ മാറ്റിയെടുത്തത്. ഓരോരോ ചിന്തയോടെ സനീഷ് വണ്ടി ഓടിച്ചത്. പലപ്പോഴും അവൻ്റെ കയ്യിൽ നിന്നും വണ്ടി പാളി പോകുന്നുണ്ടായിരുന്നു. താൻ ചെയ്ത് കൂട്ടിയത് കൊണ്ട് ഇനിയും ഒരുപാട് അനുഭവിക്കാനുണ്ടെന്നറിയാതെ അവൻ നീതിനെ ഒഴിവാക്കാനുള്ള തന്ത്രവും അവൻ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. മുറ്റത്ത് നിന്ന് ശാലിനി തമ്പുരുമോൾക്ക് ചോറ് കൊടുക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ വീൽചെയറിൽ മീനുവും ഇരിക്കുന്നുണ്ട്. ഓരോന്നൊക്കെ പറഞ്ഞും കാണിച്ചും കൊടുത്തുമാണ് ശാലിനി തമ്പുരുമോൾക്ക് ചോറ് കൊടുക്കുന്നത്. ഇപ്പം മീനുവിന് പതി ആരെയും പിടിച്ചു നടക്കാനൊക്കെ പറ്റും. എന്നാലും കാലിനധികം ബലമൊന്നും വന്നിട്ടില്ല. ശാലിനി ഇടയ്ക്കൊക്കെ മീനുവിനോടും വർത്തമാനം പറയുന്നുണ്ട്. മീനുവിൻ്റെ കണ്ണുകൾ ഗേറ്റിലേക്കാണ്. നീ ആരെയാ മീനു നോക്കുന്നേ? ഗേറ്റിലേക്ക് നോക്കിയിരിക്കുന്ന മീനുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ശാലിനി ചോദിച്ചു. ഒന്നുമില്ല ശാലു, ഞാൻ വെറുതെ. മീനു ഒന്ന് പരുങ്ങി കളിച്ചു. നിന്റെ മുഖത്തൊരു കളലക്ഷണം ഉണ്ടല്ലോ. മീനു അവളെ താഴെ പിടിച്ചെന്ന് ഓമനിച്ചുകൊണ്ട് ശാലിനി ചോദിച്ചു. പിന്നെ കള്ളലക്ഷണം നിനക്ക് തോന്നാണ്. അവൾക്ക് മുഖം കൊടുക്കാതെ മീനു പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിന്നു. അതിൽ നിന്നും നിറഞ്ഞ ചീറ്റോടെ ഇറങ്ങി വരുന്ന ജീവനെ കണ്ടപ്പോൾ ശാലിനി മീനുവിനെ തുറച്ചു നോക്കി. മീനു ശാലിനിയെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോടി. അതും പറഞ്ഞ് മീനുവിനെ ഒന്ന് ചെറിഞ്ഞു നോക്കിയിട്ട് തമ്പുരും മുളയും എടുത്തുകൊണ്ട് അടുക്കള വശത്തേക്ക് നടന്നു. അറിയാതെ പോലും ജീവനെ ഒന്ന് നോക്കിയത് പോലുമില്ല ശാലിനി. എന്നെ കണ്ടപ്പോൾ പേടിച്ചോടിയതാണോ നിന്റെ കൂട്ടുകാരി? ജീവൻ മീനുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. അവൾക്ക് പേടിയൊന്നുമില്ല. ചിലപ്പോൾ ഏട്ടനെ കാണുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമല്ലായിരിക്കാം. അതാ അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയത്. മീനു ചെറു ചീറ്റോടെ അവനെ നോക്കി പറഞ്ഞു. എടി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അതും പറഞ്ഞ ജീവൻ അവളുടെ ചെവിയിൽ പിടുത്തമിട്ടു. അയ്യോ ഏട്ടാ, എൻ്റെ ചെവി. ജീവൻ പിടിച്ചിരുന്ന ചെവിയിൽ നിന്ന് അവൻ്റെ കൈ വിടുവിക്കാൻ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നീ ഇപ്പോൾ എൻ്റെ സെറ്റാണോ അതോ നിന്റെ കൂട്ടുകാരുടെ സെറ്റാണോ? അത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ സെറ്റാണ്. ഇത്രയും നാളായിട്ട് ഏട്ടൻ അവളെ സെറ്റാക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവിടെ വരാതെ ഇരുന്നതല്ലേ. പിന്നെ എങ്ങനെയാണ് എൻ്റെ ഏട്ടൻ അവളുടെ മനസ്സിൽ കയറി പറ്റുന്നത്? എന്നെ കൊണ്ടാകുന്നതൊക്കെ ഈ അവസ്ഥയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ എപ്പോൾ നിങ്ങളെ സെറ്റാക്കിയാനെന്ന് അറിയോ? അത് പറഞ്ഞപ്പോൾ മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ശബ്ദമിടറി. മീനുവിൻ്റെ സങ്കടം മനസ്സിലായതുപോലെ ജീവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഏട്ടൻ വന്നില്ലേ, ഇനി നിന്റെ കൂട്ടുകാരിയെ എങ്ങനെ ഞാൻ ഓടിച്ച് മടക്കി കുപ്പിയിലാക്കുമെന്ന് നോക്കിക്കോ. അവളെ അങ്ങനെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് നിന്റെ കൂട്ടുകാരി കരുതിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. ഞാൻ അവളെ കൊണ്ടേ പോകും. എന്താ അതുപോലെ എൻ്റെ മീനുട്ടിക്ക്? മീനുവിൻ്റെ താഴത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ജീവൻ ചോദിച്ചു. അതിന് മീനു മനസ്സ് നിറഞ്ഞു ചിരിച്ചു.